ഷാനവാസ് അനീഷിനെ പുകഴ്ത്തി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം അനുവും ജിസയിലും തമ്മിലുണ്ടായ ഫൈറ്റിന് ശേഷം അനു ഒരു സൈഡിൽ മാറി നിന്ന് കരഞ്ഞിരുന്നു. ആ സമയത്ത് ഷാനവാസാണ് അനുവിനെ ആശ്വസിപ്പിക്കാൻ ചെന്നത്. ഒരു സുഹൃത്ത് എന്ന നിലയിലോ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലോ ആയിരിക്കണം ആശ്വസിപ്പിക്കാൻ ചെന്നത്. ആ സമയത്ത് കുറേ അധികം കാര്യങ്ങൾ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അനീഷിനെ പറ്റിയും ഒരു കാര്യം ഷാനവാസ് പറഞ്ഞു. നീ അനീഷ് ഇവിടെ നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ടുണ്ടോ? അവൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. അവനെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാലും അവൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കും. ഒറ്റയ്ക്ക് നിന്ന് അവൻ ഡിഫെൻഡ് ചെയ്യും. അതാണ് ഗെയിം. അങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്. നീയും അതുപോലെ നിൽക്കണം. അനീഷ് ഒരു മികച്ച ഗെയിമറാണ് എന്നുള്ള രീതിയിലൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അനുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം ഈ ഷാനവാസും അനീഷും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇതൊരു ഗെയിമാണ് എന്ന്. അവർ രണ്ടുപേരും മനസ്സിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജോ ഒരു വൈരാഗ്യമോ ഒന്നും തന്നെ വെക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം അനീഷും ഷാനവാസും തമ്മിലൊരു വലിയൊരു ഫൈറ്റ് ഉണ്ടായ ശേഷം അനീഷ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഷാനവാസെ ഒരു ഹെൽപ്പ് ചെയ്യാവോ, എൻ്റെ വിങ്സ് ഒന്ന് കെട്ടിത്തരാമെന്ന്. അപ്പോൾ ഷാനവാസ് ഒരു മടിയും കൂടാതെ നിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് ഓടി ചെന്ന വിങ്സൊക്കെ അന്ന് കെട്ടിക്കൊടുക്കുന്നു. അതാണ് അവരൊരു 2 മികച്ച ഒരു പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇവർ രണ്ടുപേരും നല്ലൊരു മികച്ച ഗെയിമറാണ് എന്ന്. മാത്രമല്ല ഷാനവാസ് അനീഷ് വന്ന അന്ന് തന്നെ അനീഷിൻ്റെ ഗെയിം മനസ്സിലായതാണ് എന്ന് ലാലേട്ടൻ്റെ അടുത്തും പറയുന്നത് നമ്മൾ കേട്ടതാണ്. നിങ്ങൾക്ക് ഷാനവാസിന് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അനീഷിന് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.